2026 മെയ് മാസം 3 ആണല്ലോ ഇന്നത്തെ പ്രത്യേകത. ഇന്ന് ലോക ചിരി ദിനമാണ് കേട്ടോ. നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒന്നാണ് ചിരിക്കുക എന്ന് പറയുന്നത്. ചിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കിയ ഒരു ഇന്ത്യക്കാരനാണ് ഈ ചിരി ദിവസത്തിന് തുടക്കമിട്ടത് കേട്ടോ. മുംബൈയില് ലാഫ്റ്റർ യോഗ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഡോക്ടർ മദൻ കട്ടാരിയയാണ് ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ. ചിരിക്കാൻ മറന്നു പോകുന്ന ഇക്കാലത്ത് ചിരിയുടെ ഗുണങ്ങളും ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ചിരി ഒരു ഇൻറ്റേർണൽ ജോഗിങ് പോലാണ്. അതായത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ശ്വാസകോശത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയും ചെയ്യും. തലച്ചോറ് എൻഡോർഫിനുകൾ, അതേപോലെ ഡോപ്പോമൈൻ തുടങ്ങിയ ഫീൽ ഗുഡ് ഹോർമോണുകൾ പുറപ്പെടുവിക്കും. സ്ട്രെസ് ഹോർമോണുകൾ കുറയും. അങ്ങനെ നമ്മുടെ ശരീരം ഒരു സന്തോഷാവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഒരു മുതിർന്ന വ്യക്തി ഒരു ദിവസം ശരാശരി 15 മുതൽ 20 തവണ വരെ ചിരിക്കുമ്പോൾ കുട്ടികൾ ഒരു ദിവസം ഏകദേശം 300 മുതൽ 400 തവണ വരെ ചിരിക്കുന്നുണ്ടെന്ന പഠനങ്ങൾ പറയുന്നത്. അതായത് ഈ മുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ചിരിക്കാൻ മറന്നു പോകുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വളരെ തോറും നമ്മൾ കുറച്ചധികം സീരിയസ് ആവുന്നു എന്ന് വേണമെങ്കിലും പറയാം. അതെന്താണെങ്കിലും തുടങ്ങാൻ വളരെ എളുപ്പമുള്ള ഒരു വ്യായാമമാണ് ദിവസവും ചിരിക്കുക എന്ന് പറയുന്നത്. ചിരി ഒരു പകർച്ചവ്യാധി പോലെയാണ്. ഇപ്പോൾ ഒരാൾ ചിരിക്കുമ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ചിരിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടെൻഷനുകൾക്കും തിരക്കുകൾക്കും ഒക്കെ ഇടയിൽ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണ് കേട്ടോ. അതുകൊണ്ട് ചിരിക്കാൻ ഒട്ടും പിശുക്ക് കാണിക്കുകയോ വേണ്ട. നമ്മുടെ സ്വന്തം VKN പറഞ്ഞതുപോലെ ചിരിയാണ് പരമമായ സത്യം, ബാക്കിയെല്ലാം വെറും മിഥ്യയും മൗഢ്യവുമാണ്. അതുകൊണ്ട് ചിരിക്കുക, മരണം വരെ ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഈ ചിരിദിനം എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ. നമുക്കൊക്കെ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയട്ടെ അല്ലേ? ഒരു പിശുക്കും വേണ്ടല്ലോ. ചുമ്മാ കാശ് കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ചിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ചിരി എന്ന് പറയുന്നത് ഒരുപാട് പേരിലേക്ക് സന്തോഷം നടത്തുന്ന ഒരു കാര്യവുമാണ്. നമുക്കെതിരെ വരുന്ന ഒരാൾ, അയാളെ അറിയാമെങ്കിലും അറിയില്ല എങ്കിലും നമ്മുടെ മുഖത്തൊരു ചിരി വന്നു, അത് അദ്ദേഹത്തിലേക്കും വരികയാണെങ്കിൽ അപ്പോൾ അത് രണ്ടുപേർക്കിടയിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ വെറുതെ സന്തോഷത്തെ കളയണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങ് ചിരിച്ച് തുടങ്ങിയേക്കാം ഗൈസ്.